ഹായ് കൂട്ടുകാരെ, അപ്പം എല്ലാവർക്കും ഹാപ്പിയാണോ? എനിക്കറിയാം ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന കുഞ്ഞുങ്ങൾക്ക് സ്കൂളൊക്കെ തുറന്നിട്ടായിരിക്കും. കുറച്ച് ലേറ്റായിപ്പോയി വീഡിയോ എടുത്തെങ്കിലും അത് അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല എന്നല്ല, കുറച്ച് മടിയായിപ്പോയി. അതുകൊണ്ട് മാത്രമാണ് ലേറ്റായത്. അപ്പോൾ ഓണമെന്ന് പറയുന്നത് നമ്മളെ പൂക്കളം, സദ്യ ഇതൊക്കെയാണല്ലോ മെയിനായിട്ട് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് പൂക്കൾ കാണിച്ചു തരാമെന്ന്. പിന്നെ ആ വാഴ ഒരു പ്രത്യേകതരം വാഴയാണ്, എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ തുളസി, നമ്മൾ പൂക്കളം ഇടാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുമല്ലോ. പിന്നെ ഞാൻ അവിടെ നമ്മുടെ ഫ്രണ്ടിൽ ശരിക്കും പലതരത്തിലുള്ള പൂക്കളാണ്. ഇതിന് മുമ്പും ഞാൻ നമ്മുടെ വീട്ടിലുള്ള ഫ്ലവേഴ്സിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ബാക്കിയുള്ള എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ജസ്റ്റ് കുറച്ച് മാത്രമാണ് ഇതിൽ കാണിക്കുന്നത്. നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ശരിക്കും പൂവുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും പല തരത്തിലുള്ള ബട്ടർഫ്ലൈസ്, നല്ല നീല കളറ് വലിയ ബട്ടർഫ്ലൈസൊക്കെ ഉണ്ടല്ലോ, കാണാൻ നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ ബ്രൗൺ ആണ്, നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒറ്റെണ്ണം കാണാനില്ല. അപ്പോൾ പലതരത്തിലുള്ള ബട്ടർഫ്ലൈസൊക്കെ ആയിട്ട് കാണാൻ നല്ല രസമാണ്. ഈ പൂക്കൾ നിറഞ്ഞ് നിൽക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ അവിടുത്തെ കുറച്ച് ഫ്ലവേഴ്സുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ കുറേ ഫ്ലവേഴ്സുണ്ട്, റോസായൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങളെ വീട്ടിലൊക്കെ ഉള്ളതാണല്ലോ. പിന്നെ ചില ഫ്ലവേഴ്സൊന്നും എല്ലാവരുടെയും വീട്ടിൽ കാണുന്നതല്ലാത്തതുകൊണ്ട് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ സന്ധ്യാസമയമായപ്പോഴത്തേക്കും വിളക്ക് കത്തിച്ചു. വിളക്ക് കത്തിക്കുന്ന വീഡിയോസൊന്നും എടുത്തില്ല, വീഡിയോ കത്തിച്ചതിന് ശേഷമാണ് എടുത്തത്. ടുട്ടു അവിടെ ഇരുന്നൊരു പഴം എന്തോ വലിയ കാര്യത്തിനെടുത്ത് തൊലിച്ച് തിന്നാൻ നോക്കിയാണ്, പക്ഷെ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവിടെ തുപ്പിയിടുന്നുണ്ട് സൈഡിൽ കൂടെ. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് വിളക്കിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു. എനിക്കിഷ്ടമായി വിളക്കൊരുക്കിയത്. നമ്മളിവിടെ എൻ്റെ വീട്ടുണ്ടല്ലോ കടയ്ക്കാവൂർ, ആ ഭാഗത്തൊക്കെ ആണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലെ വാങ്ങാൻ കിട്ടും. അത് വെച്ചിട്ടാണ് നമ്മളവിടെ ഒരുക്കുന്നത്. പ്ലാസ്റ്റിക്കും പിന്നെ നമുക്ക് കിട്ടുന്ന പൂവും എല്ലാം ഇട്ടിട്ടാണ് ഒരുക്കുന്നത്. പക്ഷേ പ്ലാസ്റ്റിക്കായിട്ട് നോക്കുമ്പോൾ കാണാൻ ഭംഗിയുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ യഥാർത്ഥത്തിലുള്ള ഒറിജിനൽ പൂവൊക്കെ വെച്ചിട്ട് ഒരുക്കുന്ന വേറൊരു ഭംഗി തന്നെയാണ് അല്ലേ. പിന്നെ നമ്മൾ ഉത്രാടത്തിൻ്റെ അന്ന് വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് പുറത്തോട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ അങ്ങോട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഉത്രാടത്തിന് വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരുവോണത്തിനുള്ളതിൻ്റെ അരിഞ്ഞു വയ്ക്കലും പ്രിപ്പറേഷൻസും കാര്യങ്ങളുമാണ്. ഇവിടെ പക്ഷേ എല്ലാവരും റോട്ടിലുണ്ടായിരുന്നു. എന്ത് തിക്കും തിരക്കുമായിരുന്നു. ഇത്രയും നേരമായിട്ടും ആരുടെയും ഈ പർച്ചേസിംഗ് ഒന്നും കഴിഞ്ഞില്ല എന്ന് തോന്നുന്നു. പിന്നെ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ എഴുന്നേറ്റ് പൂക്കളിടലായിരുന്നു പരിപാടി. ഞാനും ചേട്ടനും പിന്നെ ചേട്ടൻ്റെ അച്ഛനും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു ചെറിയ വേറും കുഞ്ഞു പൂക്കളമാണ് ഉദ്ദേശിച്ചതെങ്കിലും ഇട്ടിട്ട് വന്നപ്പോൾ ഒരു വലിയ പൂക്കളം ഉണ്ടായിരുന്നു. പിന്നെ ഭാഗ്യത്തിന് അത്യാവശ്യം പൂവും ഉണ്ടായിരുന്നു. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോഴും കുറച്ച് പൂവ് കൊണ്ടുവന്നു. അവിടെ കുറച്ചുകൂടെ ഇവിടത്തേക്കാളും വില കുറവാണല്ലോ. പിന്നെ ടുട്ടു പൂക്കളം ഇടുന്ന സമയത്തില്ലായിരുന്നു. ടുട്ടു പൂക്കളം ഇട്ടതിന് ശേഷമാണ് എഴുന്നേറ്റിട്ട് വന്നപ്പോൾ ഒരുമാതിരി നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ കണ്ടാൽ ഭയങ്കര സന്തോഷമാണ്. കണ്ടാൽ ഉടനെ വാവ് എന്നാണ് എപ്പോഴും പറയുന്നത്, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കാണുമ്പോൾ. അപ്പോൾ പൂക്കളം നോക്കി നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് തിരുവോണത്തിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട്, തിരുവോണത്തിൻ്റെ എന്നുള്ള ഓണക്കോടി തന്നെ, പക്ഷേ മെയിനായിട്ട് ഓണത്തിനെടുത്തതല്ല. അപ്പോൾ പിന്നെ നമ്മൾ ഉച്ചയ്ക്കത്തെ ബാക്കി പരിപാടിയെല്ലാം അമ്മായിയമ്മയായിരുന്നു. പിന്നെ പായസം മാത്രം ഞാനും ചേട്ടനും. പാലട പായസമാണ് വെച്ചത്. ചേട്ടനാണ് ആക്ച്വലി വെച്ചത്, കാര്യം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ സദ്യയാണല്ലോ മെയിൻ അല്ലേ, പൂക്കളം, സദ്യ. പിന്നെ നമ്മൾ ബന്ധുമിത്രാദികളുടെ വീട്ടിലോട്ടുള്ള വിസിറ്റ്, പിന്നെ നമ്മൾ കുറേ പുറത്തൊക്കെ പോവുക, അതൊക്കെയാണല്ലോ നമ്മുടെ സന്തോഷങ്ങൾ. അപ്പോൾ സദ്യയൊക്കെ വെച്ചു. ഞാൻ ഒരു ഇലയിലെ വീഡിയോ മാത്രം എടുക്കുന്നതുകൊണ്ട് അമ്മ ആ ഇലയിൽ മാത്രം പരിപ്പൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി വയ്ക്കാൻ മറന്നു പോയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവിടെ തുടച്ചതിന് ശേഷം
ടുട്ടുവിന് ഫുഡ് കൊടുത്തു. പക്ഷെ അവൾ കഴിച്ചില്ല. അവൾ ആകെ തിന്നത് പപ്പടവും ചിപ്സും മാത്രമായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് അമ്മായിയമ്മയുടെ അനിയത്തിൻ്റെ വീട്ടിൽ എന്നും തിരുവോണത്തിന് നമ്മൾ പോവാറുണ്ടായിരുന്നു. പതിവ് തെറ്റിക്കാതെ അങ്ങോട്ടുള്ള പോക്കിന് ഒരുങ്ങിയപ്പോൾ കുറച്ച് ഫോട്ടോസും എടുത്തു. പിന്നെ ആ വീട്ടിൽ വന്നിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സും കൂടി ഞാൻ കാണിച്ചിടാമെന്ന് വിചാരിച്ചു. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. എനിക്ക് അവരുടെ വീട് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ അവിടെ ആ ആൻറ്റി ഒരുപാട് ഈ ചെടികളൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. പല തരത്തിലുള്ള ഫ്ലവേഴ്സ്, അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കൃഷികളായാലും. അതുകൊണ്ട് എനിക്ക് അവരുടെ വീട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ പീനട്ട് ഫ്രൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പറിച്ച് കഴിച്ച് നമ്മൾ തിരിച്ച് വന്ന് പിറ്റേ ദിവസം എൻ്റെ വീട്ടിലായിരുന്നു. അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല ഞാൻ. പിന്നെ നമ്മൾ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ ഓണം എങ്ങനെയായിരുന്നു? എന്തുമാത്രം സന്തോഷങ്ങളുണ്ടായിരുന്നു ഈ ഓണത്തിന്? പങ്കുവയ്ക്കണേ. അപ്പോൾ ബായ്.